തൃശൂർ അരിമ്പൂരിൽ കിണറ്റിൽ കെട്ടിത്താഴ്ത്തി ചാക്കിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ, അതായത് അസ്ഥികൾ ലഭിച്ചു. സ്ത്രീയുടെ അടിവസ്ത്രവും ഇതേ ചാക്കിലുണ്ടായിരുന്നു. ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ തൃശൂർ ചെയ്തു. ശ്രീജിത്ത്, അസ്വാഭാവികമായ ഒരു കയറ് കിണറ്റിൽ കണ്ടത് ശ്രദ്ധയിൽപ്പെട്ട് ആ കയറ് പൊക്കി നോക്കിയപ്പോൾ കിട്ടിയ ചാക്കിലാണ് ഇത്തരത്തിൽ അസ്ഥികൾ. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അന്വേഷണം അതിനി എങ്ങനെയായിരിക്കും? സുഹൈലെ, പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് ഇതൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് മനുഷ്യന്റെ അസ്ഥിയാണോ അതോ മറ്റേതെങ്കിലും മൃഗങ്ങളുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് 6 മണിയോടുകൂടി, വൈകിട്ട് 6 മണിയോടുകൂടി ബാലൻ എന്നയാൾ ഈ വീട്ടിൽ കിണറ്റിൽ വെള്ളം കോരാൻ എത്തുകയായിരുന്നു. അദ്ദേഹം ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. സ്ഥിരമായി ഈ കിണറ്റിൽ നിന്ന് തന്നെയാണ് അവർ വെള്ളം ഉപയോഗിക്കുന്നത്. പക്ഷേ അപ്പോഴാണ് അസ്വാഭാവികമായി മറ്റൊരു കയർ ഈ കിണറ്റിൽ താഴ്ന്നു കിടക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് ഈ കയർ വലിച്ച് പുറത്തേക്ക് എടുത്തത്. അതിലാണ് ഒരു ചാക്ക് കല്ലിൽ കെട്ടിയ നിലയിൽ ഉണ്ടായിരുന്നത്. ഇത് തുറന്നപ്പോഴാണ് ആളുകൾ പരിഭ്രാന്തിയിലായത്. എന്തായാലും ഈ 6ഓളം അസ്ഥി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ. കൂടാതെ ഒരു സ്ത്രീയുടെ അടിവസ്ത്രവും ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് സംശയം കൂടുതലായത്. എന്തായാലും അപ്പോൾ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസും ഡോഗ് സ്ക്വാഡും അടക്കം ഈ പ്രദേശത്തെത്തി ഇത് പരിശോധിച്ചു. ശേഷം ഈ സ്ഥലം പൂർണ്ണമായി പരിശോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ സ്ഥിരമായി വെള്ളം കോരാറുള്ള കിണറാണ്. സ്വാഭാവികമായി അത് പരിശോധിക്കും. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇത് കണ്ടിരുന്നില്ല. അതാണ് കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. ഇനി ആരെങ്കിലും കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അത് ഉടൻ ഇന്നോ അല്ലെങ്കിൽ തലേ ദിവസം എപ്പോഴെങ്കിലുമോ കൊണ്ടുവച്ചതായിരിക്കാമെന്നാണ് ഇത്തരത്തിൽ അനുമാനിക്കുന്നത്. എന്തായാലും ഈ അസ്ഥി കഷ്ണങ്ങൾ എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. സുഹൈൽ, എന്തായാലും മനുഷ്യാസ്ഥയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തേണ്ടത്. സ്ഥിരമായി ഉപയോഗിക്കുന്ന കിണറ്റിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇത്തരത്തിൽ എല്ലിൻ കഷ്ണങ്ങൾ കൊണ്ടിടുമോ, മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ, എന്താണെന്നൊക്കെ അവ്യക്തതകൾ മാത്രം പുറത്തു വരുന്ന സമയമാണ്. കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നെത്തിപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.